Pradals, welcome back to my para. Now we will see the iPhone 15 Pro unboxing and review. So in this video, we will iPhone 13 Pro, 14 Pro and 15 Pro in the camera comparison. So if you like this video fully, like it, share it. Anyway, we will delay this unboxing. So we will iPhone 15 Pro natural titanium unboxing. Unboxing is tab and peel. ഇതാണ് നമ്മുടെ iPhone 15 Pro natural titanium. നമുക്ക് നോക്കാം ഈ ഐഫോൺ ഒന്ന് മാറ്റി വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ബോക്സിൽ വിടാൻ നോക്കാം. അപ്പോൾ നമ്മുടെ iPhone 15 കിട്ടുന്നതിന് തൊട്ട് തന്നെയുള്ളൊരു ബ്രേഡഡ് കേബിളാണ് ഇവിടെ ഉള്ളത്. ഇത് ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിളാണ്. ഓബിയസ്ലി ഈ വർഷം ആദ്യമായിട്ടാണ് അവർ ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ iPhone 15 കൊണ്ടുവരുന്നത്. പിന്നെ നമുക്ക് എപ്പോഴും കിട്ടുന്നതിന് തൊട്ട് ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്ന് പറഞ്ഞൊരു ചെറിയ പേപ്പർ പാംപ്ലെറ്റ് ആണ്. ഇവിടെ ഒരു ആപ്പിൾ സ്റ്റിക്കർ നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ വെള്ള സ്റ്റിക്കറാണ്, നമ്മുടെ ഐഫോണുമായിട്ട് മാച്ച് ചെയ്യുന്നൊരു സ്റ്റിക്കറല്ല. സോ അതെല്ലാം നമുക്ക് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിനി നമ്മുടെ ഐഫോൺ ഒന്ന് നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു പേപ്പറുണ്ട്, നമുക്കതൊന്ന് പീൽ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഫോൺ ഓൺ ആക്കാം. അപ്പോൾ നമുക്ക് ബിൽ ക്വാളിറ്റിയെക്കുറിച്ച് ആദ്യം സംസാരിക്കാം. ഈ നമ്മുടെ iPhone 14 പ്രോയും iPhone 15 പ്രോയും ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ഹോൾഡ് ചെയ്യുമ്പം ഇത് ഇച്ചിരി കൂടെ ലൈറ്ററാണ്. iPhone 14 Pro 206 grams ആണ്, iPhone 15 Pro ജസ്റ്റ് 187 grams ഉള്ളൂ. അത് നല്ല നോട്ടീസബിൾ ചേഞ്ച് തന്നെയാണ്. ആൻഡ് നമ്മുടെ iPhone 15 കൊണ്ടുവന്നതിൻ്റെ തൊട്ട് തന്നെയുള്ള ഒരു ചെറിയ റൗണ്ടഡ് എഡ്ജസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം നമുക്ക് കുറേ നേരം നമ്മുടെ ഫോൺ ഹോൾഡ് ചെയ്യുമ്പം ഒരു ഡിസ്കംഫോർട്ട് ഒന്നും നമുക്ക് നമ്മുടെ കയ്യിൽ തോന്നത്തില്ല. പിന്നെ നമുക്ക് പുതിയതായിട്ട് വരുന്നതാണ് ഈ ഒരു കസ്റ്റം ബട്ടൺ. നമ്മുടെ iPhone 14 Pro കിട്ടുന്ന ഒരു സൈലൻസർ ആയിരുന്നു, ഇപ്പോൾ നമുക്കൊരു ബട്ടൺ കിട്ടും. ഈ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു ഡെമോ ഞാനിത് സെറ്റപ്പ് ചെയ്യുമ്പോൾ കാണിക്കാം. അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ വലിയ രീതിയിൽ നമ്മൾ സൈഡ് ബൈ സൈഡ് നോക്കുമ്പോൾ വ്യത്യാസങ്ങളായിട്ടൊന്നും തോന്നുന്നില്ല, ബിസൈഡ്സ് ഫോർ ദ കളർ. സൈസ് ഏകദേശം സെയിം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി വെയിറ്റ് വ്യത്യാസം വരുന്നേ ഉള്ളൂ, അല്ലാതെ സൈസും ലെന്തും ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഒരു എഡ്ജ് ഡിഫറൻസ് നിങ്ങളെ വേണമെങ്കിൽ കാണിച്ചു തരാം. iPhone 14 Pro ഇച്ചിരി കൂടെ ഷാർപ്പ് എഡ്ജസ് ആണ് വരുന്നത്. നമ്മുടെ iPhone 15 Pro ഇച്ചിരി കൂടെ സോഫ്റ്റ്വെയർ എഡ്ജസ് ആണ് വരുന്നത്. ഈ കളർ എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ iPhone 15 Pro മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ ഈ ഒരു കളർ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു ചെറിയ ബ്രഷ് ചെയ്തൊരു ഫിനിഷിങ് കാണാൻ പറ്റും. ദാറ്റ്സ് പ്രിറ്റി കൂൾ. ആപ്പിൾ മാത്രമേ ഇങ്ങനെ എംഫസിസ് ഇതിന് ഡിസൈൻ കൊടുക്കത്തുള്ളൂ. ഇനി നമുക്ക് ആക്ഷൻ ബട്ടൺ ഒന്ന് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്ക്രീനാണ് നമുക്ക് കസ്റ്റമൈസ് എന്ന് പറഞ്ഞ് പുതിയ iPhone 15 Pro കിട്ടുന്നത്. അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് എപ്പോഴും ഉള്ളതിൻ്റെ കൂട്ട് തന്നെ സൈലന്റ് മോഡ് ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഫോക്കസ് മോഡിലോട്ടാക്കാം, ഇല്ലെങ്കിൽ നമുക്കൊരു ക്യാമറ ഫോട്ടോ എടുക്കാൻ, അല്ലെങ്കിൽ ക്യാമറ ആപ്ലിക്കേഷൻ പോയിട്ട് ഫോട്ടോ എടുക്കാനുള്ള റീസൺ വേണ്ടി അത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഫ്ലാഷ് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ഓഡിയോ റെക്കോർഡായിട്ട് ഉപയോഗിക്കാം, ഇല്ലെ മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ആൻഡ് ഫൈനലി ഷോർട്ട് കട്ട്. അപ്പോൾ ഷോർട്ട് കട്ട് ഉപയോഗിച്ചാണ് നമുക്ക് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ഒരേ സമയം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വീട്ടിൽ വരുമ്പം ഈ ഒരു ബട്ടൺ ഞെക്കുമ്പം നമ്മുടെ ലൈറ്റ്സ് എല്ലാം ടേൺ ഓൺ ആവും, തെർമോസ്റ്റാറ്റ് കറക്റ്റ് ടെമ്പറേച്ചറിലോട്ടാക്കും. അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് നമുക്ക് ഷോർട്ട് കട്ട് വഴി കിട്ടും. തൽക്കാലം ഞാൻ ജസ്റ്റ് നമ്മുടെ സൈലന്റ് ഓപ്ഷൻ തന്നെ ഇടാൻ പോവാണ്. ആൻഡ് ജസ്റ്റ് നീഡ് ടു ഹിറ്റ് കണ്ടിന്യൂ. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ആ ഒരു കസ്റ്റം ബട്ടൺ കൺഫിഗർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ iPhone 15 Proയും 13 Proയുടെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ കമ്പാരിസൺ. നിങ്ങൾക്ക് ഇത് രണ്ടിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ iPhone 15 Proൻ്റെയും 13 Proൻ്റെയും മെയിൻ ക്യാമറ കമ്പാരിസൺ. അപ്പോൾ ഈ രണ്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ വ്യത്യാസം തോന്നുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ iPhone 14 Proൻ്റെയും 15 Proൻ്റെയും ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ രണ്ട് ഫോണുമായി? അപ്പോൾ ഇതാണ് നമ്മുടെ iPhone 15 Proൻ്റെയും 14 Proൻ്റെയും മെയിൻ ക്യാമറ കമ്പാരിസൺ. നിങ്ങൾക്ക് ഈ രണ്ട് വീഡിയോ സൈഡ് ബൈ സൈഡ് കാണുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇനി നമ്മളൊരു സൗണ്ട് ക്വാളിറ്റി ടെസ്റ്റാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് ഡിവൈസും ഫുൾ വോളിയത്തിലാണ് ഈ ഒരു പാട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഹെഡ്ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും വോളിയം നല്ലപോലെ കുറയ്ക്കുക. അപ്പോൾ ആദ്യം ഈ പാട്ട് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്ന iPhone 14 Proയിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പ്ലേ ബട്ടൺ ഒന്ന് ഞെക്കാം. സെയിം പാട്ട് നമുക്ക് ഇവിടെ ഒന്ന് കേട്ട് നോക്കാം. iPhone 15 Pro ആണ് ഡെഫിനറ്റ് ആയിട്ട് ഇച്ചിരിയും കൂടെ ലൗഡ്, ഇച്ചിരിയും കൂടെ നല്ലൊരു ബാസും നല്ലൊരു ഡെപ്തും പാട്ടിൽ ഈ iPhone 15 Proയിൽ വരുന്നുണ്ട്.
അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇഫ് ദിസ് ഡിവൈസ് ഇസ് വർത്ത് യുവർ മണി. ഇപ്പൊ നിങ്ങൾക്ക് ഒരു iPhone 12 Proയോ അല്ലെ അതിലും ഓൾറൈറ്റുള്ള ഡിവൈസസ് ആ ഉള്ളതെങ്കിൽ ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ബൈയിങ് ദിസ്. കാരണം നല്ല ക്യാമറ ക്വാളിറ്റി ഉണ്ട്, പിന്നെ ഇതൊരു ടൈറ്റേനിയം ബിൽറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇച്ചിരി കൂടെ ലൈറ്റർ ആണ്. നമ്മുടെ 13 Proയോ അല്ലെ 14 Proയോ കമ്പയർ ചെയ്യുമ്പോൾ ഇത് മച്ച് ലൈറ്റർ ആണ്. പിന്നെ iPhone 14 Proയിനുള്ള ന്യൂട്ടാനുള്ള ഡൈനാമിക് ഐലൻഡ് ഈ iPhone 15 Proയിനുണ്ട്. അത് 15 Proയിന് മാത്രമല്ല iPhone 15 ഉണ്ട്. ഓണസ്റ്റ്ലി ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ iPhone 15 അല്ലെ 15 Proയോ എടുക്കേണ്ട ഒരു കൺഫ്യൂഷൻ ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് iPhone 15 എടുക്കാനായിരിക്കും. ആ iPhone 15 iPhone 15 Proയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ കൂടെ ഇതിൽ വരുന്ന ഒരു കസ്റ്റം ബട്ടണും പിന്നെ ഒരു ടൈറ്റേനിയം ബിൽറ്റ് ഐഫോണുമാണ്. അത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് റിയലി വർത്ത് ഇറ്റ്. എനിവേ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. തൽക്കാലം